എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് അബുദാബി കേരള സോഷ്യൽ സെൻ്ററിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും അബുദാബി മലയാളം മിഷൻ ചാപ്റ്റർ സെക്രട്ടറിയും കൂടിയായ സഫറുള്ള പാലപ്പെട്ടിയാണ്. നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. ദേശീയ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയാശങ്കയിലും ആശങ്കയിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. കാരണം രാജ്യം വല്ലാതെ മതപരമായി ധ്രുവീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മതപരമായി വിഭജിക്കപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2019 നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം 2019 അന്ന് ഒരു ഭാവിയിലെ പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ മത്സരിക്കുന്നതെന്നൊരു പ്രചരണവും അതോടൊപ്പം തന്നെ ശബരിമല ഇഷ്യൂവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വളരെയേറെ പ്രതികൂലമായി ബാധിക്കുകയും ഐക്യമുന്നണിക്കത് അനുകൂലമായി സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല. ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ടാണ് ഏറെ നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം എല്ലാ 20 മണ്ഡലങ്ങളിലും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മളെ വളരെയേറെ വേദനിപ്പിച്ച ഒരു പ്രചരണം വടകര മണ്ഡലത്തിൽ നടന്നു എന്നത്, പ്രത്യേകിച്ച് മതനിരപേക്ഷ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും സമ്പൂർണ്ണ സാക്ഷരത നിലനിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധത നിലനിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു പ്രചരണമാണ് വടകരയിൽ നടന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ലോകം പോലും ആദരിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകം പോലും ആദരിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു, ഒരു മഹതിയായിരുന്നു ശൈലജ ടീച്ചർ. പക്ഷേ അവർ എന്നു മുതലാണ് ഈ കൂട്ടർക്ക് കാഫിറായി മാറിയത് എന്നത് വളരെ വേദന ജനിപ്പിക്കുന്ന. മറ്റെല്ലാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വടകരയിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ മോർഫിങ്ങിലൂടെ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതി. കാരണം ഒരു ശരാശരി കേരള ജനതയുടെ അമ്മയോളം പ്രായമുള്ള ഒരു വനിത കൂടിയാണ്, അല്ലെങ്കിൽ ഏറെ ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്ന ശൈലജ ടീച്ചറെ അത്രയേറെ മോശമായി ചിത്രീകരിച്ചു എന്നതും മാത്രമല്ല, അവിടെ നടന്ന വർഗീയപരമായുള്ള പ്രചരണം കേരളത്തിൻ്റെ മൊത്തത്തിൽ കേരളീയ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു സംഭവം കൂടിയാണ്. ആ മുറിവ് ഇനി ഉണങ്ങണമെങ്കിൽ ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം വടകര പോലുള്ള ദേശീയ മുസ്ലിംസ് ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള 2 വോട്ടിന് വേണ്ടി വളരെ മോശപ്പെട്ട രീതിയിൽ വർഗീയ പ്രചരണം നടത്തിയത്. അത് നമുക്കേറെ വേദന ജനിപ്പിക്കുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ ഉൾപ്പെടെ വടകര മണ്ഡലം ഉൾപ്പെടെ ഒട്ടുമിക്ക മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. അപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ ഇനി ആര് വരും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് അഭിപ്രായം? തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ കാറ്റാണ് ഇന്ത്യയിൽ ഒട്ടാകെ വീശിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ മിതത്വം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിൽ വർഗീയ പ്രചരണത്തിലേക്ക് എത്തുകയും 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും പച്ചയായ വർഗീയ പ്രചരണത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിലെത്തും. ഈ വോട്ടിംഗ് മെഷീനിന്മേൽ ഈ കുതന്ത്രങ്ങൾ പയറ്റിയിട്ടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇന്ത്യ മുന്നണി തന്നെ ഇനിയുള്ള കാലം മുഴുവനും ഇന്ത്യ ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കളുടെ മണ്ഡലം ഏതാണ്? പൊന്നാനി മണ്ഡലം. ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. അത് ആ മണ്ഡലത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താ? പൊന്നാനി പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. കാരണം കാലാകാലങ്ങളിലായി ആര് നിന്നാലും ഞങ്ങൾ ജയിച്ചു പോരും എന്ന ഒരവസ്ഥ മാറി എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് തൊഴുത്തു
പൊന്നാനിയിലെ എം പിയെ കൊണ്ടുപോയി മലപ്പുറത്തും മലപ്പുറത്തെ എം പിയെ കൊണ്ടുപോയി പൊന്നാനിയിലും നിർത്തിയത് തന്നെ അവർ പരാജയം മണത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല മലപ്പുറത്തെയും മലബാറിലെയും വിശിഷ്യ മലപ്പുറത്തെയും മുസ്ലിം ജനത, കാരണം ആ പ്രത്യേകം എടുത്ത് പറയുന്നത്, കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനത മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നത്, കാരണം ഇനിയുള്ള കാലം മതം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടായിരുന്നു. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സമസ്ത പോലും ഇന്ന് മുസ്ലിം ലീഗിനെതിരെ തിരിഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നത്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച ഒരു പ്രതിഫലനം കൂടിയാണ് സമസ്തയും ലീഗിലും ഉണ്ടായ ഒരു ഭിന്നിപ്പിന് കളമൊരുക്കിയത്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അവിടുത്തെ ജനതയുടെ അവിടുത്തെ ജനത മാറി ചിന്തിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഇത്തവണ പൊന്നാനി ഹംസ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.